നമുക്ക് ഇനി നല്ല മനോഹരമായ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച കാണാം. മൺസൂൺ കാലമാണല്ലോ. അപ്പോൾ ഈ മൺസൂൺ എത്തിയതോടെ ഇടുക്കിയുടെ മലനിരകളെല്ലാം തന്നെ വെള്ളി വരയുടെ കാഴ്ചകളാണ്. ചെറുതും വലുതുമായ ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ ജില്ലയിലുണ്ട്. ലോ റേഞ്ച് മേഖലയായ തൊടുപുഴയുടെ കിഴക്കേയറ്റത്ത് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞണ്ടിറുക്കി എന്നാണ് പേര്. അപ്പോൾ ഞണ്ടിറുക്കിയിലെ മൺസൂൺ കാഴ്ചകൾ കാണാം നമുക്ക്. ഞണ്ട് ഇറുക്കി പിടിച്ചതുപോലുള്ള പാറക്കെട്ടിനിടയിലൂടെ കുത്തിയൊഴുകി വരുന്ന വെള്ളച്ചാട്ടമായതിനാൽ ഞണ്ടിറുക്കി എന്ന പേര് വന്നതായി ഒരു കൂട്ടർ. അതല്ല, മുൻപ് വെള്ളച്ചാട്ടത്തിന്റെ താഴെഭാഗത്ത് സ്ഥിരമായി ഞണ്ടുകൾ ഉണ്ടായിരുന്നതായി മറ്റൊരു കൂട്ടർ. ഏതായാലും പൂമാല പ്രദേശത്തെ തലയെടുപ്പുള്ള വെള്ളച്ചാട്ടമാണ് ഞണ്ടിറുക്കി. ലോ റേഞ്ചായ തൊടുപുഴയിൽ വിരലിലെണ്ണാവുന്ന വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം. തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം ദൂരം. ഇളം ദേശവും പന്നിമറ്റവും പൂമാലയും കടന്നാൽ ഞണ്ടിറുക്കിയിലെത്താം. വിദൂര കാഴ്ചയ്ക്ക് പുറമെ 250 അടിയോളം ഉയരത്തിലേക്ക് നടന്നു കയറിപ്പോകാൻ പടികളുമുണ്ട് ഇവിടെ. പ്രദേശവാസികൾ അധികവും എത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ അയൽ ജില്ലകളിൽ നിന്നും സഞ്ചാരികൾ എത്തുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ അവരൊക്കെ വരാറുള്ളതാണ് ഇവിടെ. വേനൽക്കാലത്ത് ആരും വരാറില്ല. മഴ പെയ്യുമ്പോൾ മാത്രമേ തിരക്കും എല്ലാവരും വരാറുള്ളൂ. പക്ഷേ മഴയത്ത് തന്നെ ഒന്ന് കാണുന്നത്, അല്ലെങ്കിൽ പിന്നെ കുറവായിരിക്കും. ആൾക്കാർ എന്നാലും വരുന്നുണ്ട്. മഴയത്താണെങ്കിലും വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തോളം ഉയരത്തിലെത്തി സുന്ദരമായ കാഴ്ചകൾ കാണാമെന്നതും ഞണ്ടിറുക്കിയുടെ പ്രത്യേകതയാണ്. വിദൂരതയിൽ ഇടുക്കി മലനിരകളും മലങ്കര ജലാശയ കാഴ്ചയും ഈ ഉയരത്തിൽ നിന്ന് കാണാം. മഴക്കാല യാത്രയ്ക്കായി 100 കണക്കിന് സഞ്ചാരികളാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം കേട്ടറിഞ്ഞു വരുന്നത്. സുരക്ഷയ്ക്കായി കമ്പിവേലിയൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ സുരക്ഷ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. അതിമനോഹര കാഴ്ചയ്ക്കായി അത്രത്തോളം ഉയരത്തിലേക്കാണ് നടന്നു കയറേണ്ടത്. ഇത് നല്ല മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനും വരുന്നുണ്ട്. അതുപോലെ സഞ്ചാരികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതനുസരിച്ച് സർക്കാർ ഇവിടെ സുരക്ഷ ഇച്ചിരി ഉണ്ടാക്കേണ്ടതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി എന്ന് പറഞ്ഞ പോലെ സ്കൂൾ പിള്ളേരും അല്ലാതെ മറ്റു മേഖലകളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് ഇവിടെ വരുന്നതാണ്. സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങുന്നതിനാൽ ഞണ്ടിറുക്കിയിൽ ഏറെ ടൂറിസം സാധ്യതയുമുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും കുളിരുമൊക്കെ ആസ്വദിച്ച് യാത്ര 2 കിലോമീറ്റർ കൂടി തുടർന്നാൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കുളമാവ് ഡാമിന്റെ കാഴ്ചയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.